നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ചികിത്സാ പിഴവ് മൂലം ദുരിതത്തിലായ തൃക്കൂർ സ്വദേശി സനൂപിന്റെ വിദഗ്ധ ചികിത്സയ്ക്കായി കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ MP നൽകുന്ന 1 ലക്ഷം രൂപ AICC സെക്രട്ടറി TN പ്രതാപൻ കൈമാറി. കാരിക്കുളം കടവിൽ കാട്ടാനപ്പേടി. പുഴ നീന്തിയെത്തിയത് 13 ആനകൾ. ഭീതിയിൽ മലയോര മേഖല. പുതുക്കാട് സ്റ്റാൻഡിൽ ബസ്സുകൾ എത്തുന്നില്ലെന്ന് പരാതി. നെട്ടോട്ടത്തിൽ യാത്രക്കാർ. ആയുർവേദ ഫാർമസിയുടെ മറവിൽ ലഹരി സാമ്രാജ്യം. 21.5 കിലോ കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി യുവാവ് കുടുങ്ങി. കേന്ദ്രത്തിന്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധം. വരന്തരപ്പള്ളിയിൽ BKMU പ്രക്ഷോഭം. വ്യാപാരികൾക്കൊരു കരുതൽ കൈത്താങ്ങ്. കല്ലൂർ ഈസ്റ്റിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി. വിശദമായ വാർത്തകളിലേക്ക്. ചികിത്സാ പിഴവ് മൂലം ദുരിതത്തിലായ തൃക്കൂർ മുളങ്ങാട്ടുപറമ്പിൽ സനൂപിന്റെ വിദഗ്ധ ചികിത്സയ്ക്കായി കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ MP നൽകുന്ന 1 ലക്ഷം രൂപ AICC സെക്രട്ടറി TN പ്രതാപൻ കൈമാറി. പ്രതാപൻ വീട്ടിലെത്തിയാണ് തുക കൈമാറിയത്. അടുത്ത ദിവസം തന്നെ സനൂപ് കോവൈ അരവിന്ദ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോകും. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്കു ശേഷം കാഴ്ച നഷ്ടപ്പെട്ടുവെന്ന പരാതിയിൽ കഴിഞ്ഞ ആഴ്ച അനിൽ അക്കര ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടപെട്ടിരുന്നു. സനൂപിന്റെ കുടുംബത്തിന് നിയമസഹായങ്ങൾ ഉൾപ്പെടെ ഉറപ്പാക്കുമെന്ന് അനിൽ അക്കരയും തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസും അറിയിച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കളും TN പ്രതാപനെ അനുഗമിച്ചിരുന്നു. അമ്മയുടെ കണ്ണീരോട് കൂടുതലൊരു വാക്കാണ് നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത്. ഇനിയൊരു അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണീര് വരരുത്. ഒരു മനുഷ്യൻ്റെയും കണ്ണിലെ കാഴ്ച ഏതെങ്കിലും അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടുകൂടാ. ഒരു ചെറുപ്പക്കാരൻ, വളരെ മിടുക്കനായ ചെറുപ്പക്കാരൻ ടൈല് പണിക്ക് പോയി കഠിനാധ്വാനം നടത്തി മാതാപിതാക്കളെ നോക്കിയും ഭാര്യ മരണപ്പെട്ടു പോയിട്ടും കുഞ്ഞിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ട് നടക്കുന്ന ഈ മിടുക്കനായ ചെറുപ്പക്കാരനാണ് ബൈക്ക് ഓടിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി തിരിച്ചു വരുമ്പോൾ പിന്നെ വീട്ടിലേക്ക് വന്നത് 2 കണ്ണിൻ്റെയും കാഴ്ച ഇല്ലാഞ്ഞിട്ടാണ്. കാഴ്ച ഇല്ലാഞ്ഞ മാത്രമല്ല, കണ്ണിലെ കൃഷ്ണമണി എടുത്തു പോയി. ഇനി കണ്ണൊരു സർജറി ചെയ്താൽ പോലും ആ സർജറി ചെയ്യുമ്പോൾ ഭയങ്കരമായി സൂക്ഷ്മതയോടെ കൂടെയാണ് ഇത് ചെയ്യുക. നമ്മളൊക്കെ കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിലൊരു ചെറിയ കണ്ണിലെ ഞരമ്പെന്ന് പറഞ്ഞാൽ മുടിനാരിഴയേക്കാളും ചെറുത് നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റാത്തതാണ്. അത് സംരക്ഷിക്കപ്പെടുന്ന രീതിയിലല്ലേ ചെയ്യുക. നമ്മൾ ഇതിന് ശേഷം അമൃത ആശുപത്രിയിൽ പോയപ്പോൾ അമൃത ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ പറഞ്ഞത് ഈ അമ്മയും ഈ കുടുംബവും കൂടെയുള്ള പ്രബിനൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കറിയാണ്ട് സങ്കടവും ആത്മരോഷവും വരികയാണ്. മലയോര മേഖലയെ നടുക്കി കാരിക്കുളം കടവിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. ഞായറാഴ്ച പുലർച്ചെയാണ് കുട്ടിയാനകളടക്കം 13 ആനകൾ പുഴ നീന്തിക്കടന്ന് ജനവാസ മേഖലയിൽ എത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് ആനകൾ കൂട്ടത്തോടെ ഇവിടേക്ക് എത്തുന്നത്. കഴിഞ്ഞ തവണ 30ഓളം ആനകളാണ് എത്തിയത്. ആനകളുടെ ചിഹ്നം വിളി കേട്ടാണ് പുലർച്ചെ നാട്ടുകാർ വിവരം അറിയുന്നത്. റോഡിലൂടെയും കൃഷിയിടങ്ങളിലൂടെയും ആനകൾ സ്വൈരവിഹാരം നടത്തുന്നത് പ്രദേശവാസികളെ വലിയ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. പടക്കം പൊട്ടിച്ച് ആനകളെ തുരത്താൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും കാട്ടാനക്കൂട്ടം പൂർണ്ണമായും പ്രദേശം വിട്ടുപോയിട്ടില്ല. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് സമീപമാണ് ഇപ്പോൾ ആനകൾ തമ്പടിച്ചിരിക്കുന്നത്. ഇത് തൊഴിലാളികളുടെ ജീവന് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കാട്ടാന ശല്യം കാരണം തൊഴിലാളികൾക്ക് ജോലിക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നും വനം വകുപ്പ് അടിയന്തിരമായി ഇടപെടണമെന്നും മലയോര കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് EA ഓമന ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ശാശ്വതമായ നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. KSRTC ബസ്സിൽ കയറണമെങ്കിൽ ഇപ്പോൾ ഓട്ടം പഠിക്കണമെന്ന അവസ്ഥയിലാണ് പുതുക്കാട് നിവാസികൾ. സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറാത്തതും കയറിയാലും കൃത്യമായ വിവരങ്ങൾ ലഭിക്കാത്തതും യാത്രക്കാരെ വട്ടം കറക്കുകയാണ്.
ചാലക്കുടി ഭാഗത്തേക്കുള്ള സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സുകൾ സ്റ്റാൻഡിൽ കയറണമെന്ന നിയമം നിലനിൽക്കെ പലതും സ്റ്റാൻഡിന് പുറത്താണ് നിർത്തുന്നത്. ഇതോടെ ബസ് പിടിക്കാൻ യാത്രക്കാർക്ക് ഓടേണ്ടി വരുന്നു. ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളെ LS1, LS2 എന്നിങ്ങനെ തരം തിരിച്ചിട്ടുണ്ടെങ്കിലും ഏതു ബസ് സ്റ്റാൻഡിൽ കയറുമെന്നോ എവിടെ നിർത്തുമെന്നോ അറിയാൻ യാതൊരുവിധ സംവിധാനമോ ബോർഡുകളോ പുതുക്കാട് ഡിപ്പോയിലില്ല. ദേശീയപാത അതോറിറ്റി കവാടം അടച്ചതിനെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ സ്റ്റാൻഡിൽ കയറേണ്ടതില്ല എന്ന സർക്കുലർ പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ ഈ സർക്കുലറിന്റെ മറവിൽ ചാലക്കുടി ഭാഗത്തേക്കുള്ള ബസ്സുകൾ കൂടി സ്റ്റാൻഡിൽ കയറാതെ സർവീസ് റോഡിലൂടെ കടന്നു പോകുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. സ്റ്റാൻഡിൽ ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യങ്ങളോ ഇരിപ്പിടങ്ങളോ ഇല്ല. രാത്രിയായാൽ സ്റ്റാൻഡിന് മുന്നിലെ വെളിച്ചക്കുറവ് വലിയ സുരക്ഷാ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. തൃശൂർ ഭാഗത്തേക്ക് പോകാൻ എവിടെ നിന്ന് ബസ് ലഭിക്കുമെന്ന് പോലും അറിയാത്ത അവസ്ഥയാണെന്ന് യാത്രക്കാർ പറയുന്നു. ഹൈവേയിൽ എവിടെ കാത്തിരുന്നാൽ ബസ് ലഭിക്കുമെന്നതിൽ വലിയ അനിശ്ചിതത്വമാണ് ഉള്ളത്. സൂപ്പർ ഡീലക്സ്, വോൾവോ ബസ്സുകൾക്ക് പ്രത്യേക സ്റ്റോപ്പുകളും ബോർഡിംഗ് പോയിന്റുകളും ഉണ്ടായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അനാസ്ഥ മൂലം കഷ്ടപ്പെടുന്നത് സാധാരണക്കാരായ യാത്രക്കാരാണ്. ബദൽ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും സ്റ്റാൻഡിന്റെ പ്രവർത്തനം സുഗമമാക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നുമാണ് പുതുക്കാട്ടെ ബസ് യാത്രക്കാരുടെ ആവശ്യം. ആയുർവേദ തൈലങ്ങളുടെയും മരുന്നുകളുടെയും മറവിൽ ലഹരി വിൽപ്പന നടത്തിവന്ന യുവാവിനെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. പാവറട്ടി കാക്കശ്ശേരി സ്വദേശി ലിജിനാണ് വൻ ലഹരി ശേഖരവുമായി പിടിയിലായത്. വാടനപ്പള്ളി ഏഴാംകല്ല് വെസ്റ്റ് പനക്കപ്പറമ്പിൽ ക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ലിജിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത്. ഇയാൾ പാവറട്ടിയിൽ ഒരു ആയുർവേദ ഫാർമസി നടത്തിവരികയായിരുന്നു. ഇതിന്റെ മറവിലാണ് ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നത്. 21.5 കിലോ കഞ്ചാവ്, 260 ഗ്രാം മാരക രാസലഹരിയായ ഹാഷിഷ് ഓയിൽ എന്നിവയാണ് പിടിച്ചെടുത്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ നീക്കത്തിലൂടെയാണ് പ്രതിയെ വലയിലാക്കിയത്. തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സ്ക്വാഡും വാടനപ്പള്ളി പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. പിടിയിലായ ലിജിൻ ഇതിനു മുൻപും വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന വീടുകയറിയുള്ള ആക്രമണം, തട്ടിപ്പ് തുടങ്ങിയ കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും ലഹരി ശൃംഖലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഉടൻ ലഭ്യമാകുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിൻ്റേത് കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങളാണെന്നാരോപിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ വരന്തരപ്പിള്ളിയിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ നിന്ന് പിന്മാറുന്ന കേന്ദ്ര സർക്കാർ നിലപാടും തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള നീക്കവും ജനവിരുദ്ധ നയങ്ങളാണെന്നും ഇതിനെതിരെ ജനകീയ പ്രതിരോധം തീർക്കുമെന്നും പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി VS പ്രിൻസ് പറഞ്ഞു. പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് PC സാജു അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി കരുണാകരൻ, ജയന്തി സുരേന്ദ്രൻ, സുനന്ദ ശശി, NK സുബ്രൻ, ഡെന്നീസ് പുളിക്കൻ, CPI ലോക്കൽ സെക്രട്ടറി PA ജോർജ്, MA ജോയ് എന്നിവർ പ്രസംഗിച്ചു. VK കരുണാകരൻ, VA വിജയൻ, ബൈജു പൂങ്കാവനം, KL ജോർജ്, അജീഷ് വെള്ളിക്കുളങ്ങര, VR രാജൻ, MK റോഷൻ എന്നിവർ പ്രതിഷേധ സദസ്സിന് നേതൃത്വം നൽകി. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ വടക്കേത്തുറവ് ഗുരുവിജയ CG ജനാർദ്ദനൻ റിംഗ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു, വാർഡ് അംഗങ്ങളായ ബീന ഷാബു, ജോളി ചുക്കിരി, S സൗമ്യ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നിരവധി റോഡുകളുടെ ഉദ്ഘാടനങ്ങൾ ഇപ്പോൾ 1-2 ദിവസങ്ങളായി നടക്കുകയാണ്. പൂർത്തീകരിക്കപ്പെട്ടതിൻ്റെ ഇവിടെ നേരത്തെ നമ്മളിവിടെ ഈ ബ്ലോക്ക് റോഡിന് തന്നെ ഈ പ്രദേശത്ത് ബ്ലോക്ക് പഞ്ചായത്തും MLA ഫണ്ടും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ റോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ നിർമ്മാണം നടത്തിയിരുന്നു. പിന്നീട് ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ച പ്രവൃത്തി 30 ലക്ഷം രൂപ ഈ ഗ്രാമീണ റോഡ് പദ്ധതിയുടെ ഭാഗമായി 17 ലക്ഷം രൂപ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് റോഡിൻ്റെ ഐറിഷ് വർക്കിന് നീക്കിവെച്ചിരുന്നു. അതെല്ലാം ചേർത്ത് 47 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി ഇവിടെ പണം ചെലവഴിച്ചിട്ടുള്ളത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റും കൊടകര ശാന്തി ആശുപത്രിയും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയാ നിർണയം, ഓർത്തോ, ഗൈനക്കോളജി വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് ക്യാമ്പ് നടത്തിയത്.
തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം ചെയർമാൻ തിലകൻ അയ്യഞ്ചിറ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോയ് കാവിൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റും നിയോജകമണ്ഡലം ചെയർമാനുമായ സെബാസ്റ്റ്യൻ മഞ്ഞളി, യൂണിറ്റ് ട്രഷറർ KR ഷിനിൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായി BJP വട്ടേക്കാട് ബൂത്ത് കമ്മിറ്റിയും സേവാഭാരതി പ്രവർത്തകരും ചേർന്ന് കനകമല ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി പരിസരം ശുചീകരിച്ചു. ഡിസ്പെൻസറി പരിസരവും കെട്ടിടത്തിനുള്ളിലെ പരിസരങ്ങളും പ്രവർത്തകർ വൃത്തിയാക്കി. പൊതുജനങ്ങൾക്ക് ആരോഗ്യകരമായ അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പഞ്ചായത്ത് അംഗം ദിവ്യ ഷിജു, BJP വട്ടേക്കാട് ബൂത്ത് പ്രസിഡന്റ് PK സുരേഷ്, കൊടകര നോർത്ത് മേഖല ജനറൽ സെക്രട്ടറി OB ബിബിൻ, സേവാഭാരതി പ്രസിഡന്റ് രഘു എന്നിവർ നേതൃത്വം നൽകി. വിശ്വംഭരൻ, BJP മുതിർന്ന പ്രവർത്തകരായ സജി, ഷൈജൻ, സുമേഷ്, ജിനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. KPMJ കൺട്രോൾസിന്റെ പുതിയ ഓഫീസ് വരന്തരപ്പള്ളിയിൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും. വരന്തരപ്പള്ളി നന്ദിപുരം റോഡിൽ പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തുള്ള പാം ഷോപ്പിംഗ് സിറ്റിയിൽ KPMJ കൺട്രോൾസിന്റെ പുതിയ ഓഫീസ് തിങ്കളാഴ്ച രാവിലെ 10-ന് ബിസിനസ് കോച്ചും മോട്ടിവേഷൻ സ്പീക്കറുമായ എഡിസൺ ഫ്രാൻസ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വിവിധ സോളാർ സിസ്റ്റം, CCTV, ഹോം സെക്യൂരിറ്റി സിസ്റ്റം, ഇൻവെർട്ടറുകൾ, ബാറ്ററികൾ തുടങ്ങിയവയുടെ വിപണനമാണ് KPMJ കൺട്രോൾസ് കൈകാര്യം ചെയ്യുന്നത്. സേവനങ്ങൾ കൂടുതൽ മികവോടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ ഓഫീസിലേക്ക് പ്രവർത്തനം ആരംഭിക്കുന്നത്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8943756531. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് പരിചരണ സന്നദ്ധ പ്രവർത്തകർക്കായി ത്രിദിന പരിശീലന പരിപാടി സമാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക അധ്യക്ഷത വഹിച്ചു. വിവിധ ദിവസങ്ങളിലായി നടന്ന പരിശീലന ക്ലാസുകൾക്ക് ഡോക്ടർ മിഥുൻ റോഷൻ, ഡോക്ടർ അമൃത, സ്റ്റേറ്റ് പാലിയേറ്റീവ് കോർഡിനേറ്റർ MG പ്രവീൺ, ജില്ലാ കോർഡിനേറ്റർ അനൂപ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ES ബൈജു എന്നിവർ നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. തൊഴിൽ സ്വപ്നങ്ങളുമായി മുന്നേറുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കരുത്തുമായി DYFI തൃക്കൂർ മേഖലാ കമ്മിറ്റിയും തണൽ ചാരിറ്റബിൾ ട്രസ്റ്റും കൈകോർക്കുന്നു. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി സംഘടിപ്പിച്ച സൗജന്യ പരിശീലന ക്ലാസുകൾക്ക് തുടക്കമായി. കലൂർ നായരങ്ങാടി ഷൺമുഖ ഹാളിൽ നടന്ന ചടങ്ങിൽ പുതുക്കാട് MLA KK രാമചന്ദ്രൻ ക്ലാസുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. DYFI മേഖലാ പ്രസിഡന്റ് മിഥുൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PC വിപിൻ, DYFI ജില്ലാ സെക്രട്ടറി റോസൽ രാജ്, ബ്ലോക്ക് പ്രസിഡന്റ് CA വൈശാഖ്, ജീസ് ജോബി എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖരും തണൽ ട്രസ്റ്റ് ഭാരവാഹികളും പ്രസംഗിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച പരിശീലനം ഉറപ്പുവരുത്തുക എന്നതാണ് ഈ കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യം. മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ച് ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രി സ്റ്റാഫ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ആശുപത്രിയിലെ ജീവനക്കാരും ജനപ്രതിനിധികളും മതമേലധ്യക്ഷന്മാരും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കുചേർന്നു. സൗഹൃദത്തിൻ്റെ ഒരുമയിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരും സാക്ഷികളായി. ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA പോൾ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC വർഗീസ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോണി പോൾ മാവേലി, ചെയർപേഴ്സൺ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മിനി ജോസ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രവീൺ ഞാറ്റുവെട്ടി, വാർഡ് കൗൺസിലർ മാഗി വിൻസെന്റ്, ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ, ഇരിഞ്ഞാലക്കുട ജമാഅത്ത് ഇമാം കബീർ മൗലവി, സൂപ്രണ്ട് ഡോക്ടർ MG ശിവദാസ്, നഴ്സിംഗ് സൂപ്രണ്ട് K സതീരത്നം, BP പ്രഭ, ഡെൻസി ഡേവിസ് എന്നിവർ പങ്കെടുത്തു. ശ്രീമതി മാഗി തുടങ്ങി ഇവിടെയുള്ള എല്ലാ കൗൺസിലേഴ്സും മതസൗഹാർദ്ദത്തിന് പേര് കേട്ട പട്ടണം. മതവൈരമോ മാഡം ഭയങ്കര തിരക്കിലാണ്, കുറേ മീറ്റിങ്ങുകളും. നമ്മുടെ ഈ ആശുപത്രി നല്ല എല്ലാ മതസൗഹാർദ്ദത്തിൻ്റെ, ഇവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, ഒരേ മനസ്സോടെ കാണുന്ന ഒരു തന്നെയാണ് എല്ലാ ആശുപത്രികളും. നമ്മളിവിടെ എല്ലാവരും ഇവിടെ കൂടിയാണ് എല്ലാ പരിപാടികളും ചെയ്യുന്നത്. ഇവിടെ റംസാനിൻ്റെ എല്ലാ നമ്മുടെ ഈ വിളിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. നടത്തുന്ന മീറ്റിങ്ങുകളിലും എല്ലാ പരിപാടികളും നാടൻ പാട്ടിൻ്റെ ഈണങ്ങളിൽ 15 വർഷമായി സജീവ സാന്നിധ്യമായ
സന്ധ്യ ഷാജുവിന് ഒടുവിൽ അർഹതയ്ക്കുള്ള അംഗീകാരം. കലാഭവൻ മണി ഫൗണ്ടേഷന്റെ 2025-26 വർഷത്തെ ഓടപ്പഴം പുരസ്കാരത്തിന് ഉദിമാനം നാടൻ കലാസംഘത്തിലെ സന്ധ്യ ഷാജുവിനെ തെരഞ്ഞെടുത്തു. തുയിലുണർത്തു പാട്ടുകൾ മുതൽ നാടക ഗാനങ്ങൾ വരെ ഏത് ശൈലിയിലുള്ള പാട്ടുകളും തൻ്റേതായ തനിമയോടെ പാടാനുള്ള സന്ധ്യയുടെ കഴിവ് ഇതിനോടകം തന്നെ സഹൃദയലോകം അംഗീകരിച്ചതാണ്. കഴിഞ്ഞ 15 വർഷമായി ഉദിമാനം നാടൻ കലാസംഘത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഈ കലാകാരി. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി വേദികളിൽ തൻ്റെ ശബ്ദമാധുരി പകർന്നു നൽകിയ സന്ധ്യയ്ക്ക് ലഭിച്ച ഈ പുരസ്കാരം നാടൻ കലാരംഗത്തെ പ്രവർത്തനങ്ങൾക്കുള്ള വലിയൊരു അംഗീകാരം കൂടിയാണ്. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ECG ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. നിബന്ധനകൾക്ക് വിധേയമായി പ്രതിദിന വേതനം 800 രൂപ നിരക്കിൽ, പ്രതിമാസം ഏറ്റവും കൂടിയ തുക 21,600 രൂപ, വേതനത്തിൽ പരമാവധി 89 ദിവസത്തേക്കായിരിക്കും നിയമനം. താൽപ്പര്യമുള്ള 18നും 36 വയസ്സിനും ഇടയിലുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം മാർച്ച് 3 രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂവിനായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ മുളങ്ങുന്നത്തുകാവിലുള്ള കാര്യാലയത്തിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളുമായി ബന്ധപ്പെടുക. ലാൻഡ് ലൈൻ 043722000310. അടുത്ത നമ്പർ 043722000319. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 15,865 രൂപ, പവന് 1,26,920 രൂപ. റിട്ടയർഡ് അധ്യാപകൻ ചെങ്ങാലൂർ ചെല്ലംകോട്ട് ജോസഫ് അന്തരിച്ചു. 100 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മലമാതാവിൻ പള്ളിയിൽ. ലിസി, ഡോക്ടർ ബീന, പരേതനായ തോമസ് എന്നിവർ മക്കളും. തങ്കമ്മ, അഡ്വക്കേറ്റ് ഫിലിപ്പ് കുന്നപ്പള്ളി, പരേതനായ ഡോക്ടർ EP വർഗീസ് എന്നിവർ മരുമക്കളുമാണ്. പൊന്നൂക്കര പാണഞ്ചേരി ലത അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുതുക്കാട് തെക്കുമുറി മരാശ്ശേരി ബാലൻ അന്തരിച്ചു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചികിത്സാ പിഴവ് മൂലം ദുരിതത്തിലായ തൃക്കൂർ സ്വദേശി സനൂപിന്റെ വിദഗ്ധ ചികിത്സയ്ക്കായി കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ MP നൽകുന്ന 1 ലക്ഷം രൂപ AICC സെക്രട്ടറി TN പ്രതാപൻ കൈമാറി. കാരിക്കുളം കടവിൽ കാട്ടാനപ്പേടി. പുഴ നീന്തിയെത്തിയത് 13 ആനകൾ. ഭീതിയിൽ മലയോര മേഖല. പുതുക്കാട് സ്റ്റാൻഡിൽ ബസ്സുകൾ എത്തുന്നില്ലെന്ന് പരാതി. നെട്ടോട്ടത്തിൽ യാത്രക്കാർ. ആയുർവേദ ഫാർമസിയുടെ മറവിൽ ലഹരി സാമ്രാജ്യം. 21.5 കിലോ കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി യുവാവ് കുടുങ്ങി. കേന്ദ്രത്തിന്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധം. വരന്തരപ്പള്ളിയിൽ BKMU പ്രക്ഷോഭം. വ്യാപാരികൾക്കൊരു കരുതൽ കൈത്താങ്ങ്. കല്ലൂർ ഈസ്റ്റിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.